നമ്മുടെ ഇ എ ജബ്ബാറും സ്വയം പ്രഖ്യാപിത നുണയായിട്ടുള്ള ആരിഫ് ഹുസൈനും നമ്മുടെ സംവാദ ക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അത് ഓരോന്നും ആദ്യം ജബ്ബാറിൻ്റെതും പിന്നെ ആരിഫിൻ്റെതും നമുക്ക് എന്ത് ചെയ്യാം, പ്രതികരണം നോക്കാം. ഒരു സംവാദത്തിലേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഇനി ആദ്യം നമ്മൾ ഇ എ ജബ്ബാറിനെ ഒരു ഓഫ്ലൈൻ പൊതു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. അതിനോടുള്ള പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സംവാദത്തിലേക്ക് എത്തിപ്പെടുവോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. എനിവേ അതിന്റെ ഫെർദർ സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളതൊക്കെ ഇതിന്റെ വീഡിയോയുടെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം. ആദ്യം ജബ്ബാറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. സംവാദങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി പിന്മാറിയിട്ടൊന്നുമില്ല. ഇസ്ലാം ഒരു പക്ഷത്ത്, സ്വതന്ത്ര ചിന്ത മറുപക്ഷത്ത്, ആ രീതിയിലുള്ള ആശയ സംവാദങ്ങൾക്ക് നമ്മൾ ഇനിയും തയ്യാറാണ്. അപ്പൊ ഇസ്ലാമാണ് ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന ആശയം എങ്കിൽ ഇസ്ലാം ഒരു കുഴപ്പമില്ല, ഇസ്ലാം അതിമഹത്തായ സാധനമാണ്, സ്വതന്ത്ര ചിന്തക്കാണ് കുഴപ്പം, സ്വതന്ത്ര ചിന്ത ആകെ പ്രശ്നമാണ് എന്ന അഭിപ്രായം ഉള്ളവർക്ക് ആ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും അവസരം ഒരുക്കിക്കൊണ്ട് ജനാധിപത്യപരമായ ഒരു സംവാദം നടത്തുന്നതിന് ഞാൻ തയ്യാറാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഏതായാലും ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടുന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഒന്ന് പ്രിപ്പറേഷനൊക്കെ ഒന്ന് തുടങ്ങണം. ഓക്കെ, അപ്പൊ ഏതായാലും നോക്കട്ടെ. പെട്ടെന്ന് ഇവിടെ ഹോൾ ബുക്കിങ്ങും പിന്നെ സമയം നിർണ്ണയിക്കലൊക്കെയാണ് ഇതിന് ബാക്കി ഉണ്ടാവുക. നോക്കാം. ഒരു ദിവസം 10 മണി മുതൽ, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ നീളുന്ന, രാവിലെ 3 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് 3 മണിക്കൂർ, അങ്ങനെ 6 മണിക്കൂർ മിനിമം ഉപയോഗപ്പെടുത്തുന്ന ഒരു ആശയ സംവാദം നടത്താം. ആകെ ഒരു ദിവസം മുഴുവനുള്ള സംവാദം കുഴപ്പമില്ല, എന്തോ ആയിക്കോട്ടെ, എങ്ങനെങ്കിലും ഒന്ന് സംവാദത്തിന് വന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഓഫ്ലൈൻ സംവാദത്തിന് വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു പൊതു സംവാദത്തിലേക്ക് വഴി ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. മൂപ്പരുടെ കണ്ടീഷനൊക്കെ ആ നിലക്കൊക്കെ നോക്കാം അല്ലെ. ഒരു ദിവസം മുഴുവനുള്ള സംവാദം എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമുണ്ടോ എന്നുള്ളത് ആയിക്കോട്ടെ. ഇനി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പോട്ടെ. ആകെ ഒരു കണ്ടീഷനെ നമുക്കുള്ളൂ. ആകെ 6 മണിക്കൂറാണ് സംവാദമെങ്കിൽ 3 മണിക്കൂർ ഇസ്ലാം പക്ഷത്തിനും 3 മണിക്കൂർ സ്വതന്ത്ര ചിന്തകരുടെ, ഇസ്ലാം വിരുദ്ധരുടെ പക്ഷത്തിനും കൊടുക്കണം. അത് തുല്യ സമയം എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലാതെ 3 മണിക്കൂർ പ്രസംഗം 3 മണിക്കൂർ പ്രസംഗം ആയിരിക്കുമല്ലോ അല്ലെ. അങ്ങനെ പ്രസംഗ മത്സരം അല്ലെങ്കിൽ ഓക്കെയാണ്. തുല്യ സമയം എന്തായാലും സംവാദത്തിന് തുല്യ സമയം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അതും നമുക്ക് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. നമുക്ക് അടുത്ത എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ നോക്കാം. കോട്ടോ എവിടെയെങ്കിലും നമുക്ക് നടത്താം. സൗകര്യമുള്ള ഡേറ്റ് തീരുമാനിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ഒരു സംവാദം നടത്തുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ നീളുന്ന 6 മണിക്കൂർ നീണ്ട സംവാദത്തിന് ഞാൻ ഒരുക്കമാണ്. ഞാൻ ഒറ്റയ്ക്ക് മതിയെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഒരു ദിവസം ഒരു 3 മണിക്കൂറൊക്കെ സംസാരിക്കാനുള്ള സ്റ്റാമിന ഇപ്പോഴും ഉണ്ട്. ചുണ്ടും തൊണ്ടയൊക്കെ ഉണങ്ങുന്നത് കൊണ്ട് ഇടയ്ക്ക് ലേശം വെള്ളം കുടിക്കണമെന്നേ ഉള്ളൂ. 3 മണിക്കൂറൊക്കെ വെള്ളം കുടിക്കലൊക്കെ ഒരു കണ്ടീഷൻ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ കുറെ കുടിക്കുന്നതാണല്ലോ. അപ്പോൾ എനിവേ അതൊക്കെ ഒന്നും പ്രശ്നമല്ല. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വെള്ളം അവിടെ അറേഞ്ച് ചെയ്യാം. അതൊന്നും ഒരു വിഷയമല്ല. സംവാദത്തിൽ വന്നാൽ മാത്രം മതി. അപ്പോൾ അപ്പോൾ ഏകദേശം സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി ഡേറ്റും സ്ഥലവും ഒക്കെ തീരുമാനിച്ചാൽ മതി. നമ്മൾ ആ ഒരു വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തു എന്ന ഒരു പ്രതീതിയാണ് ഇതുവരെ ഉണ്ടാവുക അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്താണ് ഇതുവരെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുമോ ഇല്ലേ നോക്കാം. പക്ഷേ എന്റെ വിഷയം സംസാരിക്കാനും സംവദിക്കാനും ഈ ദീനിനെ കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ടുള്ള മുതിർന്ന പണ്ഡിതന്മാരെയാണ് എനിക്ക് ആവശ്യം. അത് വിസ്ഡം മുജാഹിദിൽ അങ്ങനത്തെ പണ്ഡിതന്മാർ, ടി കെ അഷ്റഫ് ആയാലും മതി, മുജാഹിദ് വാരിശ്ശേരി ആയാൽ മതി, ഫൈസൽ മുസ്ലിയാർ ആയാൽ മതി, അതല്ലെങ്കിൽ ഷമീർ മദീനി ആയാൽ മതി, അതല്ലെങ്കിൽ CP സലീം ആയാൽ മതി. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാള് കൊണ്ടുവരികയാണെങ്കിൽ അവരുമായിട്ട് ഇസ്ലാം യുക്തിയുടെ മതമാണോ അല്ലേ, സ്വതന്ത്ര ചിന്തക്ക് ഇസ്ലാമിന്റെ അത്ര കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ടൈറ്റിൽ ഇനിയിപ്പോ എങ്ങനെ. അപ്പൊ നമ്മുടെ സംവാദം ഏറ്റെടുത്തിട്ടില്ല, ചുരുക്കി പറഞ്ഞതാണ് അവസ്ഥ. ഓക്കെ, മുതിർന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ. അപ്പൊ നമ്മൾ വിളിച്ച സംവാദം എന്തായിരുന്നു? 4 വർഷം മുമ്പ് ക്ലബ് ഹൗസിൽ ഞങ്ങളുമായിട്ടുള്ളൊരു സംവാദത്തിന് ശേഷം ഇനി മാഷ് അവിടേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇല്ല, ഞാൻ ഇനി അവരുമായിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഓടിയ ഒരാളാണ് താങ്കൾ. അവരും പറഞ്ഞ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഇനി തുടർന്ന് അവരുടെയൊക്കെ ചർച്ചകളിൽ പോകണോ പോണ്ടേ എന്നുള്ള കാര്യം ഞാനും ഒന്ന് പുനർവിചിന്തനം നടത്താം. നമുക്ക് ഇതുപോലുള്ള ചർച്ചകൾ എല്ലാ ദിവസവും ഓരോ വിഷയം വെച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ട് തുടർന്നു പോകാം എന്നാണ് എന്റെ അഭിപ്രായം. ആ താങ്കൾ തിരിച്ച് നമ്മളോട് അന്ന് വിളിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ ഈ സ്വതന്ത്ര ചിന്ത നൂലില്ലാത്ത പട്ടമോ എന്ന രൂപത്തിൽ താങ്കൾ വീഡിയോ ഇറക്കിയപ്പോൾ അന്ന് വിളിച്ച 4 വർഷം മുമ്പ് വിളിച്ച സംവാദം ഇപ്പൊ വീണ്ടും നമ്മൾ ആവർത്തിച്ചപ്പോൾ അത് ഏറ്റെടുക്കുന്നു എന്നിങ്ങനെ ഒരു നല്ലൊരു ഹോപ്പ് നൽകിയിട്ട് അവസാനം പറയാണ് സംവാദമൊക്കെ ആവാം, പക്ഷെ പിന്നെ പണ്ഡിതന്മാര് വേണം, വലിയ വലിയ ആൾക്കാർ വേണം, സീനിയേഴ്സുമായിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ, പ്രായമുള്ളവരായിട്ട് സംസാരിക്കുള്ളൂ എന്നുള്ളത്. ഇവിടെ ഫൈസൽ മൗലവി, ടി കെ അഷ്റഫ്, ഷമീർ മദി ഇവരൊക്കെ വേണം എന്നുള്ളതാണൊക്കെ പറയുന്നത്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് MM അക്ബർ സാഹിബുമായിട്ട് തന്നെ വലിയൊരു വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
ഞാൻ എം എം സാഹിബോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താ വെച്ചാൽ ജനുവരി 9 സംവാദം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരോട് പറഞ്ഞു, എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചത് ഈ സാധനത്തിന്, അല്ലെങ്കിൽ ഇത്രയും ചെയ്യണ കേസിന് ഞങ്ങൾ ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും പോയാൽ പോരെ എന്നുള്ളതാണ് ഈ എം എം അക്ബർ സാഹിബിനോട് തന്നെ നമുക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പിന്നെ ഇനിയും ഇതുപോലെ വലിയ വലിയ പണ്ഡിതന്മാരായിട്ട് സംവാദം നടത്തുന്നത്. അതൊക്കെ ഏകദേശം തീരുമാനമായതല്ലേ. എം എം അക്ബർ സാഹിബായിട്ടുള്ള സംവാദത്തിൽ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരായിട്ടോ അല്ലെങ്കിൽ ഈ നിലക്ക് പ്രായമുള്ളവരായിട്ടൊക്കെ മുട്ടിയാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമല്ലേ. ആയിക്കോട്ടെ, ഇനി അപ്പൊ അങ്ങനെയുള്ള സംവാദങ്ങളോ അതിന്റെ ചർച്ചകളോ അത് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം. പക്ഷെ ഞങ്ങൾ വിളിച്ച സംവാദത്തിന്റെ അവസ്ഥ എന്താ, അത് ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലേ, അതാണ് ആദ്യം പറയേണ്ടത്. അത് തീരുമാനമാക്കുക. ഞങ്ങൾ 4 വർഷം മുമ്പ് വിളിച്ച സംവാദ വെല്ലുവിളി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു, അതിൽ നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ ഇല്ലേ, അതാണ് ആദ്യം പറയേണ്ടത്. ഇനി മുപ്പര അടുത്ത എന്തെങ്കിലും വാദം ഉണ്ടോ നോക്കാം. ഒരു സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇങ്ങനെയൊക്കെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ വിളിച്ചു എന്നുള്ളത് കൊണ്ട് ജബ്ബാർ നിർബന്ധമായിട്ട് വരണം, അങ്ങനത്തെ ഒരു ഇതൊന്നല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അതങ്ങനെ തന്നെയാണ്, ഓരോരുത്തരുടെ തീരുമാനം തന്നെയാണ്. ആരുമായിട്ട് എങ്ങനെ സംവാദം നടത്തണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനം തന്നെയാണ്. അതിൽ നമ്മൾ ആ നിലക്ക് ഒരു ആക്ഷേപിക്കുന്നൊന്നുമില്ല. പക്ഷേ സംവാദത്തിന് ഈ ഒരു വെല്ലുവിളി ആവർത്തിക്കുമ്പോൾ അതിനുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള സംവാദങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് നടത്തിക്കോളൂ. പക്ഷെ ഇതിനുണ്ടോ ഇല്ലേ, യെസ് ഓർ നോ. നമ്മൾ വിളിച്ച 4 വർഷം മുമ്പ് വിളിച്ച ഇപ്പോൾ ആവർത്തിച്ച ആ പൊതു സംവാദത്തിന് ജബ്ബാർ ഉണ്ടോ ഇല്ലേ, യെസ് ഓർ നോ, അതാണ് നമുക്ക് അറിയേണ്ടത്. ബാക്കി ന്യായങ്ങൾ കേൾക്കാം. അല്ല, നിങ്ങൾക്ക് ന്യൂജൻസിന്റെ ആൾക്കാരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തും ന്യൂജൻസിൽപ്പെട്ട ആൾക്കാരുണ്ട്, ലിയാഖത്ത് അലിയെ പോലുള്ള ചെറുപ്പക്കാരുണ്ട്. ലിയാഖത്തൊക്കെ എപ്പോഴും അതിന് റെഡി ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓഫ്ലൈൻ ന്യൂജൻ ലിയാഖത്ത് അലി ഉണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ കുറെ വിളിച്ച് പിന്നെ ഓൺലൈനിലൊക്കെ വന്ന് പിന്നെ ലൈവിൽ ജോയിൻ ചെയ്തിട്ട് സംവാദത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെയാണ്. മനസ്സിലായോ? എന്തായാലും നിങ്ങൾ എന്ന് റെഡിയാണോ? അബ്ദുള്ള ബാസിൽ എന്ന ഞാൻ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ്. നെറ്റ് ഉണ്ടോ? നെറ്റ് ഉണ്ട്. കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ട്. മൈക്ക് ഉണ്ടോ? മൈക്ക് ഉണ്ട്. ഓക്കെ, ഇനി ലിയാഖത്ത് അലി സംവാദത്തിന് തയ്യാറാണോ? സംവാദത്തിന് ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ എന്താണ്? മോഡറേറ്റർ മറുപടി പറയാൻ മോഡറേറ്ററെ എങ്ങനെയാ? എന്താ സംവാദം എന്ന് പറഞ്ഞാൽ എന്താ സംവാദം? മോഡറേറ്ററെ എന്താണ് മോഡറേറ്ററെ സംവാദം എന്ന് പറഞ്ഞാൽ? അറിയില്ല. അതൊക്കെ അവിടെ നടക്കട്ടെ. അത് ന്യൂജൻ ലിയാഖത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കളെ വിളിച്ച സംവാദം 4 വർഷം മുമ്പ് വിളിച്ച ഇപ്പൊ ആവർത്തിച്ച ആ ഒരു കാര്യം ഉണ്ടോ ഇല്ലേ, അതാണ് അറിയേണ്ടത്. അത് പിന്നെ പറയുമ്പോൾ മറ്റേ സംവാദം, ഈ സംവാദം, പണ്ഡിതന്മാരായിട്ടുള്ള സംവാദം, അതല്ല പറയേണ്ടത്. ഞങ്ങൾ വിളിച്ച സംവാദത്തിന് ഉണ്ടോ ഇല്ലേ, യെസ് ഓർ നോ, അത് പറയുക. ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംവാദം നടത്തട്ടെ. അതല്ല ഇനി മിക്സഡ് ആയിട്ടാണ് നടക്കേണ്ടതെങ്കിൽ നിങ്ങളവിടെ ഒരു ന്യൂജനും ഒരു മുതിർന്ന പണ്ഡിതനും വരിക, ഞങ്ങളിവിടെ ഞാനും ഇപ്പുറത്ത് നമ്മളുടെ ഒരു ന്യൂജനും ഉണ്ടാവും. ആ രീതിയിലും സംവാദം നടത്താം. പകുതി സമയം നിങ്ങൾക്ക്, പകുതി സമയം നമുക്ക്. സീനിയറും ജൂനിയറും സബ് ജൂനിയറും ഒക്കെ ഇതെന്താ വല്ല കലോത്സവങ്ങാനാണോ? ഈ സംവാദ മത്സരം നടന്ന സീനിയർ കാറ്റഗറി, ജൂനിയർ കാറ്റഗറി, ഇത് ആശയ സംവാദമാണ്. ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോ അതിൽ ഞങ്ങൾ ഒരു വെല്ലുവിളി മുന്നോട്ട് വെച്ചു. വെല്ലുവിളി എന്നുള്ള ഒരു സംവാദ ക്ഷണം ആ നിലക്കേ പറയുന്നുള്ളൂ. അപ്പം സംവാദ ക്ഷണം മുന്നോട്ട് വെച്ചു. അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അതിൽ ഞങ്ങളുടെ പ്രായം കുറവായതുകൊണ്ട് ആയിക്കോട്ടെ, ഞങ്ങളുടെ പ്രായം കുറവായതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നാണോ എങ്കിൽ അത് തെളിച്ചു പറയാം. അല്ലാതെ ഒരു സംവാദത്തിന് വിളിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ, അതിൽ നിന്നും അത് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള മടിയുണ്ട്. വേറൊരു സംവാദം, പണ്ഡിത സഭയായിട്ട് സംവാദം ആയിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത് ഈ പറഞ്ഞ പോലെ എം എം അക്ബർ സാഹിബായിട്ടുള്ള സംവാദത്തിന് ശേഷം തന്നെ മുസ്ലിം പൊതുസമൂഹത്തിൽ തന്നെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഈ ജബ്ബാറായിട്ടൊക്കെ പോകേണ്ടതുണ്ടോ എന്നുള്ള പൊതുവികാരമുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള സംവാദം എന്നുള്ളതൊക്കെ എത്രത്തോളം അത് പൊതുസമൂഹം തന്നെ സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയൊരു സംശയമുണ്ട്. ആയിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ഡിത സഭ, ഇപ്പോൾ വിസ്ഡം പണ്ഡിത സഭ അല്ലെങ്കിൽ മുജാഹിദ് മറ്റേതെങ്കിലും സംഘടനകളുടെ പണ്ഡിത സഭയുമായി നിങ്ങൾക്ക് സംവാദം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഫോർമൽ ലെറ്റർ ആ സംഘടനക്ക് കൊടുക്കുക. ഫോർമലി
ഞങ്ങൾ പിന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവാദത്തിന് തയ്യാറാണ്, അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോർമൽ ലെറ്റർ കൊടുത്തോളൂ. പണ്ഡിത സഭകൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ പണ്ഡിത സഭയുടെ ഒരു പിന്നെ അധികാരിയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമോ അല്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഫോർമലി ലെറ്റർ കൊടുക്കുക. അതിന്റെ ഫോർമാലിറ്റീസ് ആ രൂപത്തിൽ പോകട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈസൽ മൗലവിന്റെ ഒക്കെ ഒരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരാൻ ഞാനും ശ്രമിക്കാം. ഞാനും പറഞ്ഞു നോക്കാം ഫൈസൽ മൗലവിനോട് ഒരു ഒഴിവുള്ള സമയത്ത് ജബ്ബാറിന്റെ ക്ലാസ് എടുത്ത് കൊടുക്കാമെന്നോ, അങ്ങനെ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇനി നിങ്ങൾക്ക് സംവാദം തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലെറ്റർ കൊടുത്തോളൂ. പക്ഷേ ഇവിടെ ആ സംവാദത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വിളിച്ച സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഇനി ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം, കൃത്യമായി പറയാം. ഓൺ എ സീരിയസ് നോട്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജബ്ബാറിനെ സംവാദത്തിന് വിളിച്ചിരിക്കുന്നു. പൊതു വേദിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പിന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഹാളിൽ നമുക്ക് എന്ത് ചെയ്യാം, തുല്യ ആളുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സംവാദത്തിന് നമ്മൾ വിളിച്ചിരിക്കുന്നു. അത് ഇപ്പൊ വിളിച്ചതല്ല, 4 വർഷം മുമ്പ് ക്ലബ് ഹൗസിൽ ഇദ്ദേഹം നമ്മളുമായിട്ട് ഒരു ദൈവാസ്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇനി ജബ്ബാർ മാഷ് പിന്നെ ഇവരുടെ അടുത്തൊന്നും പോകരുത്, ഇവരായിട്ട് ചർച്ച ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ ഉപദേശിച്ചപ്പോൾ ഞാനിനി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ജബ്ബാർ നമ്മളുടെ അടുത്ത് വന്നിട്ടേ ഇല്ല. അത് ഒരു അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്, ഇനി അങ്ങോട്ട് പോകണ്ടെന്നുള്ളതൊക്കെ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം താങ്കൾ ഇറക്കിയ വീഡിയോ, സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോക്ക് മറുപടി ആയിക്കൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ നൂലില്ലാത്ത പട്ടം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ തന്നെ നേരിട്ട് സംവാദത്തിന് നമ്മൾ ക്ഷണിച്ചത്. അതിന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതിന്റെ അർത്ഥം നമ്മൾ വിളിച്ചു എന്നുള്ളത് കൊണ്ട് ജബ്ബാർ നിർബന്ധമായിട്ട് വരണം എന്നല്ല, ഒരാൾ നിർബന്ധമായിട്ട് വരണം എന്നുള്ള ഒരു നിലക്കല്ല നമ്മൾ പറയുന്നത്. അത് നിങ്ങളുടെ തീരുമാനമാണ്, പക്ഷെ നമ്മൾ അതിന് ക്ഷണിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് പിന്നെ ഞാൻ ആരുമായിട്ട് സംവദിക്കും, എങ്ങനെ സംവദിക്കും എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ വകവെച്ച് നൽകുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞ ഇത്ര മാത്രമാണ്, ഇങ്ങനെ പിന്നെ സംവാദത്തിന് തയ്യാറല്ലാത്ത ഒരാൾ, അതായത് ഞാൻ അൺമാസ്കിംഗ് അനോമലീസ് ടീമുമായിട്ട് സംവാദത്തിന് തയ്യാറല്ല എന്നാണ് ജബ്ബാറിന്റെ ആ ഒരു തീരുമാനം എന്നുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനമുള്ള ഒരാൾ പിന്നെ വേദിയിൽ വന്നിട്ട് ഇവരൊക്കെ മാളത്തിൽ ഒളിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റുള്ളവരാരും സംവാദത്തിന് വരുന്നത്, ആയിക്കോട്ടെ ഇനി മുജാഹിദ് ബാലുശ്ശേരിയാണെന്ന്, മുജാഹിദ് ബാലുശ്ശേരി സംവാദത്തിന് വരുന്നില്ല, ഫൈസൽ മൗലവി സംവാദത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് വീരവാദം ഇറക്കരുത്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു സംവാദത്തിന് വിളിച്ചിട്ട് വരാത്ത ഒരാളാണ്. ഓൾറെഡി സംവാദത്തിന് വിളിച്ചിട്ട് വരാത്ത ഒരാൾ പിന്നെ മറ്റുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചോ അവരെ മാളത്തിൽ ഒളിക്കുകയാണ് എന്ന രൂപത്തിലുള്ള സംസാരം ഇനി നടത്താൻ പാടില്ല. ഇനി അതല്ല, സംവാദത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിളിച്ച സംവാദം അതിന്റെ വിഷയം, അതിന്റെ ടൈം, കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ തീരുമാനങ്ങളെല്ലാം ഇനി അത് കുറച്ചും കൂടി സമയം വേണം, 6 മണിക്കൂർ സംവാദം വേണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതൊക്കെ ആക്കാവുന്നതാണ്. നമ്മൾ കൃത്യമായി വിഷയവും അതേപോലെ തന്നെ സമയവും എല്ലാം വെച്ചുകൊണ്ട് ഉള്ള ഒരു ക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എന്റെ പോളിസി അതല്ല, ഞാൻ നിങ്ങളുമായിട്ട് സംവാദത്തിന് ഇല്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം എന്നറിയിച്ചാൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ന്യൂജൻ ആളുകളായിട്ട് പിന്നെ സംവാദം നടത്തണം, ആയിക്കോട്ടെ. അവര് എവിടെയാണോ അവർ ആക്റ്റീവായിട്ടുള്ളത്, അവർ ഓൺലൈൻ പ്രസൻസ് ആണ് അവർ പ്രധാനമായിട്ടുള്ളത്, ആ ഓൺലൈനിൽ സംവാദം നടത്താം. ഇനി നേരിട്ട് തൊട്ടാൽ മാത്രം അങ്ങനെയൊന്നുമില്ല. ഒരു ആശയ സംവാദമാകുമ്പോൾ അതിന് രണ്ടുപേർക്കും തുല്യ സമയം ലഭിക്കണം. അതാണ് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓൺലൈനായിട്ട് വളരെ സുന്ദരമായി നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആ ഓൺലൈൻ സംവാദത്തിന് അവർ വിളിച്ചു വന്നു, പിന്നെ ഈ പറഞ്ഞ ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ സംവാദത്തിന് ഇല്ല എന്ന് 40 മിനിറ്റ് ഒച്ചപ്പാടാക്കി തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിട്ട് ഇനിയും അവർക്ക് വരാം, കുഴപ്പമില്ല. ഇനി നേരിട്ട് തൊട്ടിട്ട് സംവാദം നടത്തണം, അല്ലെങ്കിൽ നേരിട്ട് ഇരുന്നാലേ കണ്ടാലേ സംവാദം നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്, സ്റ്റുഡിയോയിലേക്ക് വരൂ, നമുക്ക് ആശയ സംവാദമല്ലേ, പബ്ലിക്കാണ് ഡിബേറ്റ്, പബ്ലിക്കാണ്, അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഡിബേറ്റ് ഒന്നല്ല നമ്മൾ വിളിക്കുന്നത്, പബ്ലിക് ഡിബേറ്റ് ആണ്. ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ആ സംവാദവും നമുക്ക് നടത്താം. അതൊന്നും പ്രശ്നമല്ല. ന്യൂജനുകാരൊക്കെ ഓടി ഒളിക്കുന്ന ആൾക്കാരെ പിന്നെ തിരിച്ചു വരാൻ പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റുഡിയോയിലാണെങ്കിൽ സ്റ്റുഡിയോയിൽ, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, അതൊക്കെ നടത്താവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇല്ലാത്ത പ്രസക്തി ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചെലവിൽ വേണ്ട എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ എനിവേ, ജബ്ബാർ ഓഫ്ലൈൻ സംവാദത്തിനുണ്ടെങ്കിൽ അത് അറിയിക്കുക. ഈ ന്യൂജൻ ലിയാഖത്ത് അലിയൊക്കെ സംവാദത്തിനുണ്ടെങ്കിൽ അതും അറിയിക്കുക. അത് സ്റ്റുഡിയോയിലോ ഓൺലൈനിലായിട്ടോ അതും നമുക്ക് നടത്താവുന്നതാണ്. നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതല്ലേ, സംവാദങ്ങൾക്ക് നമ്മൾ വിളിച്ചിട്ട് ഇതുവരെ തീരുമാനമാവാത്ത അല്ലെങ്കിൽ ഏറ്റെടുക്കാത്ത സംവാദങ്ങളുടെ ലിസ്റ്റ് വരെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രയും സംവാദങ്ങൾ നടത്തുന്ന 32ഓളം സംവാദങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമൊന്നുമല്ല. അപ്പൊ അത് നടക്കട്ടെ. പിന്നെ ഈ അടുത്തത് സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള ആരിഫ്, നമ്മുടെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ ആരിഫിന്റെ പേരും അതിലുണ്ടായിരുന്നു. അപ്പൊ ആരിഫ് പറഞ്ഞതെന്ന് വെച്ചാൽ, പൊതുവേദിയിൽ വെല്ലുവിളിച്ചിട്ട് ഇസ്ലാമിനെ തൊടാൻ പേടിച്ച് ബാസിൽ മുങ്ങി നടക്കുന്ന സംവാദ ക്ഷണങ്ങൾ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാകുമ്പോൾ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇത്ര പച്ച നുണ പറയുന്നത്? ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള ലൈവ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിൽ ആരിഫ് സംവാദത്തിന് വന്നേ തീരൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണാൻ പറ്റും. അതിൽ സംവാദക്ഷണം ഏറ്റെടുക്കുകയാണ് നമ്മൾ.
അതിൽ തന്നെ ഇസ്ലാമിനെ തൊടാൻ പേടിയാണെന്നല്ല, ഇസ്ലാമും വേണം സംവാദത്തിന് എന്നാണ് ഞങ്ങളുടെ വാദം. പക്ഷെ ഇസ്ലാം മാത്രം പോരാ, മറുഭാഗത്ത് ഒരു ആശയം കൂടി വേണം. അതായത് ഇസ്ലാമും സ്വതന്ത്രതയും ഇസ്ലാമും നാസ്തികതയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള സംവാദത്തിന് റെഡിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഇയാൾ കൊടുത്തത് അള്ളാഹു ദൈവമാണോ, അള്ളാഹു ദൈവമാണോ, ആദ്യം ദൈവം ഉണ്ടെങ്കിലല്ലേ അത് അള്ളാഹു തന്നെയാണോ എന്നുള്ളത് ചർച്ച ചെയ്താലേ പറ്റുള്ളൂ. ഇതാണ് ഇയാളുടെ സംവാദത്തിന്റെ ക്ഷണത്തിന്റെ അല്ലെങ്കിൽ ആ വിഷയങ്ങളുടെ കോലം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഡിബേറ്റ് എങ്ങനെ, ആദ്യം ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിച്ചാലല്ലേ അള്ളാഹ് അതാണോ ഇല്ലേ. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ എക്സ് ഓർ വൈ, ആ സാധനം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനാക്കിയാലല്ലേ ഈ ഏതാണത്, എന്താണ് അതിന്റെ കാറ്റഗറി, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഏതാണത് എന്നുള്ളതൊക്കെ തീരുമാനമാവുക ആദ്യം ഇത് ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിച്ചിട്ടല്ലേ. അപ്പൊ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആർഗ്യുമെന്റ്. അല്ലാതെ അള്ളാഹു ദൈവമാണ്, ദൈവം ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് സമ്മതിച്ചോ എങ്കിൽ അത് പറയുക. അപ്പൊ അതേപോലെ തന്നെ ഇസ്ലാം ധാർമ്മികമാണോ, ശാസ്ത്രത്തിൽ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാം ധാർമ്മികമാണ്, ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിലും നാസ്തികതയിലും അതൊരു വിഷയമാണ്. നമ്മൾ അങ്ങനെയുള്ള ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ട്, അയാൾ പിന്നെ ആ ക്ഷണം ഏറ്റെടുത്തിട്ടില്ല. അതേപോലെ തന്നെ ശാസ്ത്രത്തിൽ ഇസ്ലാമിൽ ആയിക്കോട്ടെ, ശാസ്ത്ര സംഭാവനകളിൽ ഇസ്ലാമിന്റെയും നാസ്തികതയുടെയും പങ്ക് ഒരു വിഷയമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളിലാണ്. അപ്പൊ അങ്ങനെയുള്ള ബാലൻസ്ഡ് ഡിബേറ്റുകൾക്ക് നമ്മൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ സ്റ്റുഡിയോയിൽ നമുക്ക് നേരിട്ട് നടത്താം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്താം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം ആയിക്കോട്ടെ സ്റ്റുഡിയോ ഓൺലൈൻ അതൊക്കെ ആരിഫ് ഈ വിഷയങ്ങൾക്ക് തയ്യാറുണ്ടോ ഇല്ലേ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ദൈവാസ്തിത്വം, ദൈവമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ധാർമ്മികത ഇസ്ലാമിലും നാസ്തികതയിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്ര വളർച്ച ഇസ്ലാമും അതുപോലെ തന്നെ നാസ്തികതയുടെയും പങ്ക്, ഇങ്ങനെയുള്ള ബാലൻസ്ഡ് വിഷയങ്ങളിൽ തയ്യാറുണ്ടെങ്കിൽ ആദ്യം പറയും. നമുക്ക് മോഡൊക്കെ പിന്നെ വേണമെങ്കിൽ അത് ആലോചിക്കാം. പിന്നെ എന്താ വെച്ചാൽ ഈ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ടുള്ള പിന്നെ വേദി പങ്കിടൽ എന്ന് പറയും. വേദി പങ്കിടുക എന്നുള്ളത് എന്താ വെച്ചാൽ അതൊരാൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഒരു എക്സ്പോഷറും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഈവൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും നിങ്ങൾ വളരെ ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കൂടെ വേദി പങ്കിടാത്ത ആളാണ്. ഡോക്ടർ വിശ്വനാഥനാണെങ്കിലും ജബ്ബാറാണെങ്കിലും ലിയാഖത്ത് പോലും ആരിഫായിട്ട് വേദി പങ്കിടുന്നില്ല. ഓൾറെഡി വെറുപ്പുൽപാദകരായിട്ടുള്ള നിങ്ങളുടെ കൂടെ സംഘപരിവാറിന്റെ ഓഫർ കിട്ടിയ ആളാണ് ലിയാഖത്ത് അലി. ആ ലിയാഖത്ത് അലി പോലും നിങ്ങളുടെ കൂടെ വേദി പങ്കിടുന്നില്ല. അപ്പൊ പിന്നെ അത് ഒരു സാമൂഹ്യ വിരുദ്ധന്റെ കൂടെ വേദി പങ്കിടുന്നതിന് ഒരു വളരെ വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കുന്നതുകൊണ്ടൊക്കെയാണ് അവർ പോലും ചൊന്നാലോചിച്ചൊക്കെ അത്രയും വൃത്തികേടുകൾ സംസാരിക്കുന്ന അവർ പോലും നിങ്ങളുടെ കൂടെ വേദി പങ്കിടാത്തതിന്റെ കാരണം നിങ്ങളൊരു സാമൂഹ്യ വിരുദ്ധനും വൃത്തികേടുകൾ സംസാരിക്കുന്നവരുമാണെന്നുള്ളതാണ്. അപ്പൊ വൃത്തികേടുകൾ ഒരു വേദിയിൽ ഇരുന്നിട്ട് ആ വേദി അതിനുവേണ്ടി നമ്മുടെ ചെലവിൽ അതിനൊരു എക്സ്പോഷർ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു ഓഫ്ലൈൻ സംവാദത്തിനുള്ള ആ നിലക്ക് എന്നാൽ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ഓൾറെഡി 24 മണിക്കൂർ ഓൺലൈനിൽ പെറ്റ് കിടന്നിട്ട് അതിൽ വരുമാനം ഉണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എന്താ ഒരു ഓൺലൈൻ സംവാദം എന്ന് പറയുമ്പോൾ ഇത്ര അടങ്ങറ് ഓൺലൈൻ ഇത് കാലം മുന്നോട്ട് 21-ാം നൂറ്റാണ്ടാണ്, 2025 അപ്പോൾ ഈ കാലഘട്ടത്തിലും ഓൺലൈനിൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് സംവാദങ്ങൾ ഇനി നേരിട്ട് തൊട്ടേ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള സൗകര്യം ഒരുക്കാവുന്നതാണ്. അപ്പോൾ അതിനുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ ആദ്യം റെഡിയാണോ എന്ന് പറയും. ആരിഫ് ആദ്യം അതൊന്ന് പറഞ്ഞാൽ മതി. അതായത് ദൈവാസ്തിത്വം, അതേപോലെ തന്നെ ധാർമ്മികതയുടെ അടിസ്ഥാനം അത് ഇസ്ലാമിലും നാസ്തികതയിലും, അല്ലെങ്കിൽ ശാസ്ത്ര വളർച്ചയിൽ ഇസ്ലാമിന്റെയും നാസ്തികതയിലും പങ്ക്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടോ ഇല്ല എന്ന് പറയും. നമുക്ക് മോഡൊക്കെ പിന്നെ തീരുമാനിക്കാം. ആദ്യം ഉണ്ടോ ഇല്ല, യെസ് ഓർ നോ, ഈ വിഷയങ്ങളിൽ ഉണ്ടോ ഇല്ല എന്ന് പറയാം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇരുന്നിട്ട് തെറി പറഞ്ഞു പോകാന്നുള്ള ആ പരിപാടി അവിടെ വെള്ളത്ത് ആ വെച്ച കൊല ഉണ്ടല്ലോ അത് അടുപ്പത്തങ്ങോട്ട് മാറ്റി വെച്ചേരും. ഓക്കെ, സംവാദത്തിനുണ്ടെങ്കിൽ അത് പറയാം. അപ്പൊ ജബ്ബാർ പൊതുവേദിയിൽ സംവാദത്തിനുണ്ടെങ്കിൽ അത് പറയുക. നമ്മൾ വിളിച്ച വിഷയത്തിൽ പണ്ഡിത സഭയായിട്ടുള്ള ചർച്ചയും ഒരു ദിവസത്തെ സംവാദവും ഒരാഴ്ചത്തെ സംവാദമൊക്കെ പിന്നെ നടക്കട്ടെ. നമ്മൾ വിളിച്ച സംവാദത്തിന് യെസ് ഓർ നോ. അതേപോലെ തന്നെ ആരിഫ് ഈ പറഞ്ഞ ബാലൻസ്ഡ് വിഷയങ്ങളിൽ ദൈവാസ്തിത്വം, അത് ധാർമ്മികത, ശാസ്ത്ര വളർച്ച, ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഉണ്ടോ ഇല്ലേ, യെസ് ഓർ നോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഉണ്ടെങ്കിൽ അത് രേഖാമൂലം അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അറിയിക്കുക. നമുക്ക് സംവാദത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ പല ആളുകൾക്കും ഒരു സംവാദമൊക്കെ നടന്നു കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് ഒന്നും കമന്റിലോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് അയച്ചിട്ടോ ഇവരോട് ഇതൊന്ന് പറയാം. നിങ്ങളൊന്ന് തയ്യാറാവണം. കാരണം ജബ്ബാറായിട്ടൊക്കെ ഒരു ഓഫ്ലൈൻ സംവാദത്തിനുള്ള വഴിയാണ് ഏകദേശം തുറന്നു കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അത് കൊണ്ടേ കൊളാക്കരുത്. അത് വേറെ ഏതെങ്കിലും സംവാദത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന് അവരോട് നിങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയണം. അതേപോലെ തന്നെ ഈ ആരിഫിനോടും ഇത് ഒരു ബാലൻസ്ഡ് ഡിബേറ്റിൽ സംവാദം നടത്തൂ. ഒരു സംവാദം കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അതൊന്ന് സമ്മതിപ്പിച്ച് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പല ആളുകൾക്കും സംവാദങ്ങൾ കാണാനുള്ള വളരെയധികം ആഗ്രഹമുണ്ടെന്നറിയാം. അത് നമുക്കൊന്ന് നടത്തി കിട്ടണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ലിസ്റ്റിലുള്ള ആരുമായിട്ടും അവരുടെ പിന്നെ ആ വിഷയങ്ങളിൽ സംവാദങ്ങൾ നമുക്ക് റെഡിയാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള സംവാദങ്ങൾ നടക്കട്ടെ. വളരെ ആരോഗ്യകരമായിട്ടുള്ള അത്തരത്തിലുള്ള സംവാദങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അപ്പം ഇനിവേ അവരുടെ ഒരു റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായ റിപ്ലൈ സംവാദം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.